കോഴിക്കോട് 7 വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരിയുടെ കൊലപാതകത്തിൽ പ്രതികളുടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കും. ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കുട്ടിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനം എന്നിവരുടെ ശിക്ഷാവിധിയാണ് പ്രഖ്യാപിക്കുന്നത്. സെഷൻസ് കോടതി വെറുതെ വിട്ട കേസിലാണ് ഹൈക്കോടതി പ്രതികളെ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയത്. 2013 7 വയസ്സുകാരി അതിഥി എസ് നമ്പൂതിരി കൊല്ലപ്പെട്ടത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ദാരുണമായൊരു സംഭവമായിരുന്നു. ഈ കേസിനാസ്പദമായ സംഭവം ഒരുപക്ഷെ മലയാളികൾ മറന്നു കാണില്ല. എങ്കിൽ കൂടി ഈ കേസിനാസ്പദമായ സംഭവവും ഇപ്പോഴിതാ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളും ഒന്ന് പങ്കുവയ്ക്കൂ. മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായിട്ട് ജാമ്യത്തിലുണ്ടായിരുന്ന ഇവരെ ഇന്ന് കോഴിക്കോട് നിന്ന് നടക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2013 ഏപ്രിലിലാണ് ഈ അതിഥി 7 വയസ്സുകാരിയായിട്ടുള്ള അതിഥി കൊല്ലപ്പെടുന്നത്. ഇവരിവിടെ ഒരു വാടക വീട്ടിലായിരുന്നു അവരുടെ താമസമൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയായ അച്ഛനും അവരുടെ രണ്ടാനമ്മയായിട്ടുള്ള റംല ബീഗവും ഇവരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കാറുണ്ടായിരുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിലടക്കം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ആ രീതിയിൽ അതിക്രൂരമായ പീഡനമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അപസ്മാരം വന്നതാണ് എന്ന വ്യാജേന ഇവരെ കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അതിഥിയെ 2013 ഏപ്രിലിൽ എത്തിക്കുകയും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അതിഥിയെ മാറ്റുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഈ അതിഥിയുടെ മരണം അന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് 19 മുറിവുകളാണ് ഈ കുട്ടിയുടെ 7 വയസ്സുകാരിയുടെ ശരീരത്തിൽ നിന്ന് ഡോക്ടർമാർ കണ്ടതായി പറയുന്നത്. ദേഹത്തിൽ മുഴുവൻ മുറിവുകളായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീടാണ് ഇവരുടെ അതിക്രൂരമായ പീഡനമാണ്, നിരന്തരമായിട്ട് വീട്ടിൽ വെച്ച് ഇവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ നാട്ടുകാരടക്കം പറയുന്നത്. അതേ തുടർന്ന് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ പക്ഷേ കോടതി പറഞ്ഞിരുന്നത് അച്ചടക്കം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിയെ ഈ കുട്ടിയെ ഈ രീതിയിൽ പെരുമാറിയത് എന്നതായിരുന്നു കോഴിക്കോട് സെഷൻസ് കോടതി പറഞ്ഞിരുന്നത്. ആ വിധിയെ റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ മറ്റൊരു നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായിരിക്കും കോടതി ഇവരുടെ ശിക്ഷയുടെ കാര്യത്തിൽ പറയുക എന്ന കാര്യത്തിലാണ് എല്ലാവരും കേരളം ഉറ്റുനോക്കുന്നത്. കാരണം 7 വയസ്സുകാരിയായിട്ടുള്ള അതിഥി അന്ന് സ്കൂളിൽ പോകുന്നതിനെ കുറിച്ചുമൊക്കെ വലിയ തർക്കങ്ങൾ ആ വീട്ടിൽ നിലനിന്നിരുന്നു. ഈ രണ്ടാനമ്മ വന്നതിന് ശേഷമാണ് ഈ കുട്ടിയെ ഈ രീതിയിൽ ഉപദ്രവിക്കലടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല, അതിഥിക്ക് ഒരു 10 വയസ്സുള്ള സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരനെയും സമാന രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത്, പുറത്തുനിന്ന് വീട്ടിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ആ വീട്ടിൽ നായകളുണ്ടായിരുന്നു. ആ നായകളെയൊക്കെ തുറന്നു വിട്ട് ആ രീതിയിലൊക്കെയായിരുന്നു പീഡനം. അത് ഒരു പക്ഷേ ആ നാട്ടുകാരൊക്കെ അന്ന് തന്നെ അത് പോലീസിൽ പറഞ്ഞതുമാണ്. എന്നാൽ കോഴിക്കോട് സെഷൻസ് കോടതിയിലേക്ക് എത്തുമ്പോൾ അത് അച്ചടക്കം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും കൂടി ചേർന്ന് നടത്തിയ കാര്യങ്ങളാണ് എന്നതായിരുന്നു കോഴിക്കോട് സെഷൻസ് കോടതി പറഞ്ഞിരുന്നത്. എന്തായാലും പിന്നീട് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ശിക്ഷാവിധി ഇന്നുണ്ടാവുകയും ചെയ്യുകയാണ്. ഇംതിയാസ്, കടുത്ത ശിക്ഷ തന്നെ രണ്ടാൾക്കും കിട്ടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്ര ക്രൂരമായി ആ കുഞ്ഞിനെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. കടുത്ത ശിക്ഷ തന്നെ നൽകും എന്ന് തന്നെ നമുക്ക് കരുതാം.